نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين സ്നേഹമുള്ള മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വസിയ്യത്ത് യഥാവിധി ജീവിതത്തിൽ പുലർത്തി ജീവിക്കാനുള്ള തൗഫീഖ് തന്ന് നമ്മെ ഓരോരുത്തരെയും അവൻ തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, മനുഷ്യരായ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ വിജയിക്കണമെന്നാണ്. തോൽക്കണമെന്ന താല്പര്യം ആർക്കും ഉണ്ടാവില്ല. വിദ്യാർത്ഥികളായ കുട്ടികൾ ആഗ്രഹിക്കുക പരീക്ഷയിൽ വിജയിക്കണമെന്നാണ്. കച്ചവടക്കാർ ആഗ്രഹിക്കുന്നത് തങ്ങളുടെ ബിസിനസ്സിൽ അവരൊന്ന് വിജയിച്ച് കിട്ടണമെന്നാണ്. എന്നുവെച്ചാൽ ഓരോരുത്തരും ഓരോ പ്രവർത്തനങ്ങളിലും ആഗ്രഹിക്കുന്നത് അതത് പ്രവർത്തനങ്ങളിൽ വിജയിക്കണമെന്നാണ്. സത്യത്തിൽ എന്താണ് വിജയം? ജീവിച്ചിരിക്കുന്ന പല ആളുകളെയും വിലയിരുത്തി നമ്മൾ പറയാറുണ്ട്, അയാൾ ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ട് എന്ന്. നോക്കിയ നല്ല ബിസിനസ്സുകാരായ ആളുകള് രാപ്പകൽ അധ്വാനിച്ചിട്ട് ഒരുപാട് സമ്പത്തുണ്ടാക്കിയിട്ട് സത്യത്തിൽ അയാൾ വിജയിച്ചിട്ടുണ്ടാവുമോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയൊക്കെ. അയാൾക്കില്ലേ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ. ഇനി ഇതെല്ലാം നമ്മുടെ ദൃഷ്ടിയിൽ വിജയിച്ചു എന്ന് വെക്കുക. എത്ര ആസ്തി ഉണ്ടെങ്കിലും
ഒരു പ്രളയമോ പ്രകൃതിക്ഷോഭമോ യുദ്ധമോ വന്നാൽ ഒരുപക്ഷെ അതെല്ലാം അവസാനിച്ചു പോയേക്കാം. നമ്മൾ കാണുന്നൊരു കാഴ്ചയാണ് ഞാൻ പറഞ്ഞത്. സമ്പത്ത് കൊണ്ട് മാത്രം ഒരാൾ വിജയിച്ചു എന്ന് നമുക്ക് പറയാനാവില്ല. ഒരാൾക്ക് ഒരുപാട് സ്ഥാനമാനങ്ങളുണ്ട്. രാഷ്ട്രീയമായി, സാമൂഹികമായി സ്ഥാനമാനങ്ങളുള്ള ഒരാളുടെ ഒരു അവസ്ഥയെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നമ്മുടെ മുമ്പിൽ അങ്ങനത്തെ ഒരുപാട് ആളുകളെ നമുക്ക് കാണാം. നേരത്തെയൊക്കെ വലിയ പദവികൾ വഹിച്ചിരുന്ന ആളുകള് ആ പദവികൾ നഷ്ടപ്പെടുന്ന വേളയിൽ ആരും അയാളെ തിരിഞ്ഞു നോക്കാത്തൊരു സാഹചര്യം ഉണ്ടാവില്ലേ? നമ്മൾ സമകാലിക ചിത്രങ്ങൾ വായിച്ചു നോക്കിയിട്ടാണ് നമ്മൾ ശരിക്കും വായിക്കേണ്ടത്. അയാളും സത്യത്തിൽ വിജയിച്ചിട്ടുണ്ടാകുമോ? ഉണ്ടെങ്കിൽ അയാൾക്കും ആ പദവികൾ അയാൾ അങ്ങനെ തുടർന്നു പോകേണ്ടതല്ലേ? എങ്കിൽ ആ പദവികളൊന്നും അയാളെ വിജയത്തിലേക്ക് എത്തിച്ചു കൊള്ളണമെന്നില്ല. നമ്മുടെ ആരോഗ്യമാണ്. ആരോഗ്യത്തിന് വേണ്ടി, ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടി ഏതെല്ലാം ഹെൽത്ത് ക്ലബുകളിലോ മറ്റിടത്തൊക്കെ പോയി നമ്മുടെ മസിലൊക്കെ ഇങ്ങനെ വർദ്ധിപ്പിച്ച് നമ്മൾ ആ നല്ല ആരോഗ്യവാനാണെന്ന് ധരിച്ചിരിക്കുമ്പോഴായിരിക്കും നനച്ചിരിക്കാതെ ഏതെങ്കിലും ഒരു ചെറിയ വരവ്, അതോടുകൂടെ അതും അങ്ങോട്ട് ഇല്ലാണ്ടായി പോയേക്കാം. പ്രിയരെ, സമ്പത്തും സ്ഥാനമാനങ്ങളും ആരോഗ്യങ്ങളും ഒന്നുകൊണ്ടും ഒരുപക്ഷെ എല്ലാവരും വിജയിച്ചു കൊള്ളണമെന്നില്ല. ഖുർആൻ ആ രംഗം പറയണ എങ്ങനെ അറിയാവോ? നരകത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ പറയുന്ന ഒരു വർത്തമാനാണ്. എന്റെ സമ്പത്ത് എനിക്ക് ഉപകാരപ്പെട്ടില്ലല്ലോ, എന്റെ സുൽത്താനിയത്തൊന്നും എനിക്ക് ഉപകാരപ്പെട്ടില്ല, എല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് നമ്മൾക്ക് എന്തെല്ലാം വിജയങ്ങൾ ലഭിച്ചാലും ഒരുപക്ഷെ നമ്മൾ പരാജയത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം എന്ന നിലക്കാണ് ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, യഗ്തനിം ഹംസൻ ഖബ്ല ഹംസ് എന്ന് പറഞ്ഞല്ലോ. ഞാൻ ആ ഹദീസ് മുഴുവൻ പറയുന്നില്ല. 5 സംഗതികൾ വരുന്നതിന് മുമ്പ് 5 ഉപയോഗപ്പെടുത്തണേന്നാ. ശബാബ ഖബ്ല ഹറമി, നിന്റെ വാർദ്ധക്യം വരുന്നതിന് മുമ്പ് യൗവനത്തെ ഉപയോഗപ്പെടുത്തണം. ചെറുപ്പക്കാരായ ആളുകളെ സംബന്ധിച്ച് നമുക്കറിയാം, യുവത്വം എന്ന് പറയുന്നത് വല്ലാത്തൊരു സമയമാണ്. അതിനെ ഉപയോഗിക്കണം എന്നാണ്. രോഗം, ആരോഗ്യം, അല്ലേ? ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്തണം. നമ്മൾ കാണണ്ടല്ലോ, എത്രയോ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളാണെങ്കിലും വളരെ ഫിറ്റായി നടക്കുന്ന ആളുകളാണെങ്കിലും നല്ലത് മാത്രം കഴിച്ച് ആരോഗ്യത്തെ നിലനിർത്തിയിരുന്ന ആളുകള് എത്ര വേഗം കൊണ്ടായിരിക്കാം പക്ഷേ സാഹചര്യങ്ങൾ മാറിപ്പോവുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണോന്ന് ഞാൻ പറഞ്ഞത്. ജീവിതത്തിൽ വിജയിക്കണോ, എല്ലാ നല്ല സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തണം. നമുക്ക് ആവശ്യം നശ്വര വിജയങ്ങളല്ലല്ലോ, സ്ഥിരമായ വിജയമാണ് ആവശ്യം. അതുകൊണ്ടാണ് നീങ്ങിപ്പോകാത്ത വിജയത്തിന് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച 2 പദങ്ങളുണ്ട്. ഒന്ന് ഫൗസ്, ഒന്ന് ഫലാഹ്. ഫൗസുൻ അലീം ഫഖദ് വമൻ സുഖ്സിഅ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. ഫഖദ് ഫാസ, ഫൗസൻ അലീം. അതേപോലെ ഫൗസുൽ കബീർ, നല്ല ക്ലാരിറ്റി ഉള്ള വിജയം എന്ന് പറയുന്നിടത്ത് ഖുർആൻ പറയുന്നുണ്ട് ഫൗസുൻ മുബീൻ എന്ന് പറയുന്നുണ്ട്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, ഫലാഹ്, വിജയം. ഞാൻ അതിന് പറയല്ല, പരാജയമില്ലാത്ത വിജയങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച 2 വാക്കാണ് ഈ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നീട്ടി പറയാതെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ വിജയികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണോ വേണ്ടേ? ഒരാലോചന എപ്പോഴും നടക്കണം. കാരണം എന്തറിയോ, ഏത് സമയത്തും എന്തും വരാം. ചില ചിത്രങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോ നമ്മള്, ഇപ്പൊ ഈ അടുത്ത് നടന്ന സംഭവത്തിൽ തന്നെ നിങ്ങൾ കണ്ടില്ലേ, ഒരു ഭാര്യനെ ആ ഭർത്താവ് ആ മണ്ണിന്റെ അടിയിൽ നിന്നിട്ട് വലിച്ചെടുക്കുക. അവരെന്നിട്ട് ഇങ്ങനെ പറയുന്ന ഒരു വാക്കുണ്ട്, കുറെ ആളുകൾ ആ മണ്ണിനടിയിൽപ്പെട്ടു. അല്ലാഹു എല്ലാ മുസീബത്തുകളിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഞാൻ 2ാമത്തെ ജന്മമാണെന്ന് പറയുന്നത്. എന്തും എപ്പോഴും സംഭവിക്കാം. ചില ആക്സിഡന്റുകളൊക്കെ നിങ്ങൾ കാണുമ്പോ വാഹനത്തിന്റെ ചുവട്ടുന്ന ആളുകൾ ഇങ്ങനെ എണിച്ചു വരുന്നത്, അത് എത്രാമത്തെ ജന്മം ശരിക്കും നമുക്ക് ഇങ്ങനെ തോന്നിപ്പോകില്ലേ? എങ്കിൽ ജീവിത വിജയത്തിന് നമ്മളിൽ ഉണ്ടാവേണ്ടുന്ന അടിസ്ഥാനപരമായ ചില ഗുണങ്ങൾ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു 10 ഗുണങ്ങൾ എണ്ണി പറഞ്ഞിരുന്നു എന്നതുപോലെ ഒന്നുകൂടി ആലോചിച്ചു.
ഏതൊരു പ്രവർത്തനം നമ്മൾ ചെയ്യുമ്പോഴും ആ പ്രവർത്തനത്തിന് നമുക്ക് ആദ്യം പറയേണ്ടതിനറിയാം ഇഖ്ലാസ്. ഇതൊരുപാട് പ്രാവശ്യം നമ്മൾ ആവർത്തിച്ച് പറയുന്ന ഒരു കേസാണ്, ഒരു സംഗതിയാണ്. ഏതിലും ഇഖ്ലാസ് ഉണ്ടാവണം. ഇല്ലെങ്കിൽ എന്തറിയാം, കപ്പ് ഇബ്ലീസ് കൊണ്ടുപോകും, കളി നമ്മൾ നടത്തിയിട്ടുണ്ട്. അതാണ് വിഷയം. അതുകൊണ്ടാണ് ഇതിനെ ആവർത്തിച്ച് അങ്ങനെ പറയുന്നത്. കളി നമ്മൾ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കണം. എന്തിലും അള്ളാഹുവിന്റെ ഇഷ്ടം പ്രധാനമാണ്. അതുകൊണ്ടാണ് റളിയല്ലാഹി അക്ബർ എന്ന് പറയുന്നത്. റളിയല്ലാഹു അൻഹും വറളു അൻഹു. നമ്മൾ എല്ലാ കർമ്മങ്ങളിലും നമ്മളെ ആഗ്രഹിക്കേണ്ട എന്താണ്? പടച്ചവനെ തൃപ്തിപ്പെടണം. ഈ ഇഷ്ടം, ഹബ്ബ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഹബ്ബ് അള്ളാഹുവിൽ നിന്ന് ആ മഹബത്തിന് ലഭിച്ചാൽ അവനിൽ നിന്ന് നമുക്ക് നമ്മിലേക്ക് ഒഴുകുന്ന മഹാ അനുഗ്രഹമാണ് റിള എന്ന് പറയുന്നത്. ഇഷ്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ പദത്തിനെ കുറിച്ചൊന്ന് ശരിക്കും ആലോചിച്ച് നോക്കിയാൽ മതി. അറിവ് കൊണ്ടോ അനുഭവങ്ങൾ കൊണ്ടോ കിട്ടുന്ന ഒരു അനുഭൂതിയാണ് ഇഷ്ടമെന്ന് പറയുന്നത്. ഏത് വസ്തുവും അതിന്റെ പേര് കേൾക്കുമ്പോഴേക്കൊന്നും നമുക്ക് ഇഷ്ടമുണ്ടാവില്ല. അതെങ്ങനെ അനുഭവിച്ച് വരുമ്പോഴാണ് അത് തരക്കെടില്ല എന്ന് തോന്നുക. അതുകൊണ്ട് തന്നെ ലോകത്ത് മഹാന്മാരായ അമ്പിയാക്കന്മാര് അവര് നേടാൻ ശ്രമിച്ചതും കിട്ടാൻ വേണ്ടി കൊതിച്ചതും എന്താണ്? അള്ളാഹുവിന്റെ ഇഷ്ടമാണ്, തൃപ്തിയാണ്. അള്ളാഹുവിന്റെ റസൂൽ, ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിൽ നിന്ന് ഏറി കിട്ടിയിട്ട് ക്ഷീണിച്ച് അവശനായിരുന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ ചില പ്രാർത്ഥനകൾ ഇങ്ങനെ വെക്കുന്നുണ്ട്. ഒരു ഹൃദയഭേദകമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ചോദ്യങ്ങൾ കേട്ടോ. അവസാനം റസൂൽ എന്താ പറയുന്നറിയോ? സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവേ, നിനക്കിന്നോട് വെറുപ്പില്ല എന്നുണ്ടെങ്കിൽ, നിനക്കെന്നെ ഇഷ്ടമാണെങ്കിൽ റബ്ബേ ഞാൻ എന്തും സഹിച്ചോളാം, വേറൊന്നും പ്രശ്നമില്ല എന്നാണ്. ആ തൃപ്തിയാണ്. അത് കിട്ടിയാൽ വേറൊന്നും വേണ്ടെന്ന. മറ്റെന്തും ജീവിതത്തിൽ കിട്ടാനുള്ള വഴി അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടലാണ്. അത് കിട്ടിയാൽ അവരുടെ പേര് പറയുക, നമ്മൾ റളിയല്ലാഹു അൻഹു എന്ന് വെച്ചാ പറയുക. ഇത് ലഭിക്കലാണ് ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം. നമ്മുടെ ഇബാദത്തുകളിലൂടെ നമ്മൾ കൊതിക്കേണ്ടത് അതായിരിക്കണം. എന്തിനാ നമ്മൾ ജുമുഅക്ക് നേരത്തെ വന്നത്? നിവൃത്തിയില്ലായ്മ കൊണ്ടുവന്നതല്ലല്ലോ. എന്തിനാ ഞാൻ നിസ്കരിക്കണത്? എന്തിനാണ് ഞാൻ സദക്ക കൊടുക്കുന്നത്? എന്തിനാണ് ഞാൻ ഇന്നാലിന്റെ ജോലിയൊക്കെ ചെയ്യുന്നത്? പ്രിയരെ, എല്ലാതിന്റെയും ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് വരേണ്ടുന്ന വിചാരമാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ എന്താ ഖുർആൻ പറഞ്ഞെന്നറിയോ? വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ. അവർ ചെയ്തു വെച്ച പ്രവർത്തനങ്ങളിലേക്ക് അവർ നമ്മളിങ്ങനെ കൊണ്ടുവരും. അതെങ്ങനെ പൊടികളായി, ധൂളികളായി അതിങ്ങനെ പാറിപ്പോകുന്നത് അവർക്ക് കാണാനാണ്. അപ്പൊ ഇത് ശരിയായാൽ എല്ലാം വിജയിക്കും. ഞാൻ ചെയ്യുന്ന അമലുകൾ, ഞാൻ കൊടുക്കുന്ന സദഖകൾ, എന്റെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഈ ജനങ്ങളെ ഉപദേശിക്കുന്നത് വരെ എന്തിനാണ്? സൽകീർത്തി കിട്ടാനാണോ? നാളെ ഫോട്ടം വരാനാണോ? ഈ ഇബാദത്തിൽ മാത്രമല്ല കേട്ടോ. നമ്മൾ പരസ്പരം കാണുമ്പോഴുള്ള നമ്മുടെ സ്നേഹ വായ്പകൾ വരെ, എന്റെ കുടുംബത്തോടുള്ള എന്റെ ഇടപെടലുകൾ വരെ, എന്റെ മക്കളോടുള്ള എന്റെ തലോടലുകൾ വരെ, എന്റെ മാതാപിതാക്കളോട് ഞാൻ കാണിക്കുന്ന ആദരവും സ്നേഹവും ഇഷ്ടവും ബഹുമാനം വരെ എല്ലാം ഇഖ്ലാസ്, അല്ലാഹുവേ നിന്റെ തൃപ്തിക്കാണ് എന്ന് വിചാരിച്ചാൽ അരങ്ങട് വിജയിക്കും. അല്ലാഹുവേ, അങ്ങനെ വിചാരിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ മക്കളെയും മാതാപിതാക്കളെയും ഉൾപ്പെടുത്തി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. പ്രിയരെ, രണ്ടാമത്തെ അടയാളം, നമ്മളെല്ലാം അല്ലാഹുവിന് പൂർണ്ണമായി കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, അങ്ങനെ ബോധ്യമുള്ളവരാണ്. പക്ഷെ ഒരു ചെറിയ പരിശോധന എപ്പോഴും നമ്മൾ നടത്തണം കേട്ടോ. അള്ളാഹുവിനെ വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ ആ വഴി നമുക്ക് എളുപ്പമായി തീരുന്നുണ്ടോ അതോ പ്രയാസകരമാകുന്നുണ്ടോ? സ്വയം ഒന്നിങ്ങനെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. എന്തൊരു മനോഹരാണ് ആ ശൈലി, അറിയാം. ദാനധർമ്മങ്ങൾ കൊടുക്കണേ, അള്ളാഹുവിനെ സൂക്ഷിക്കണോ, നല്ല നല്ല വർത്തമാനങ്ങൾ ഇങ്ങനെ പറയുന്നു,
ആ മനുഷ്യനെ ലിൽ യുസ്ര, ഏറ്റവും എളുപ്പമായതിലേക്ക് നമ്മൾ ഇങ്ങനെ കൊണ്ടുവരുന്നതാണ്. വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരവ് എനിക്ക് എളുപ്പമായോ? ഇന്നത്തെ ഫജ്ർ നിസ്കരിച്ചത് എളുപ്പമായോ? ഞാൻ എപ്പോഴും ചോദിക്കണം, ഒരു പാവത്തിന് നമ്മൾ സഹായിച്ചപ്പോ പക്ഷേ എനിക്കത് വളരെ എളുപ്പമായി തോന്നി. നമ്മളിങ്ങനെ ഓരോന്നിടത്ത് ഇങ്ങനെ ആലോചിച്ച് നോക്കി. ബർക്കത്തുള്ള സമയങ്ങളെന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയ ഒരു നല്ല സമയം ഈ ജുമുഅക്കിടയിൽ, ഈ ജുമുഅക്ക് തുടങ്ങുന്നതിന് മുമ്പുണ്ട് എന്നാ പറഞ്ഞത്. ആ സമയം ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? ഈ ഇരുത്തം വരെ എനിക്കൊരു നന്മയായി, ഒരു സന്തോഷമായി ഫീൽ ചെയ്യുന്നുണ്ടോ? ഖുർആൻ ഓതുമ്പോ എനിക്ക് ഉറക്കം വരാറുണ്ടോ? അതേ ഉറക്കം ഒരു ഓർക്കസ്ട്ര കേൾക്കുമ്പോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ടോ? അല്ലേ? ഗൗരവമുണ്ട് സഹോദരങ്ങളെ. നമ്മൾ ഇങ്ങനെ പറയാനും കേൾക്കാനും നമുക്കിനി സമയം കിട്ടിയില്ലെങ്കിലോ നമ്മൾ ശരിക്കും ആലോചിക്കണം എന്നുള്ളതാണ്. എന്താണ് ആലോചിക്കേണ്ടത്? പൂർണ്ണമായും അള്ളാഹുവിന് കീഴ്പ്പെടാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ആ വഴി ഇങ്ങനെ വളരെ എളുപ്പമായി തീരുന്നുണ്ടെന്നാണ്. എളുപ്പമായി തീരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹ് നമ്മൾ നന്നായി ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ ശരിക്കും വിലയിരുത്തേണ്ടത്. മൂന്നാമത്തത് നമ്മുടെ കൂട്ടുകെട്ടാണ്. ആരാണ് നമ്മുടെ കൂട്ടുകാര്? അൽ കൗഫിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വചനമുണ്ടല്ലോ, സൂറത്ത് ആയത്തിലെ 28 നമ്പർ ആയത്ത്, സൂറത്തുൽ കൗഫിലെ 28. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽഅശി യുരീദൂന വജ്ഹഹു വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയാ വലാ തുതിഅ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാഉ വകാന അംറുഹു ഫുറുതാ. രാവിലെയും വൈകുന്നേരം ഒക്കെ അള്ളാനെ വിളിച്ചു തേടുന്ന ആളുകളുടെ കൂടെ നിന്നെ നഫ്സിനെ ഇങ്ങനെ ഇറക്കി നിർത്തണട്ടോ. അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക് പറഞ്ഞെന്തറിയോ? വലാ തുതിഅ. എല്ലാം പ്രധാനാണ്. വലാ തുതിഅ, നീ വഴങ്ങി പോവരുത്. മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ, നമ്മുടെ ദിക്രിനെ തൊട്ട് ഖൽബ് അശ്രദ്ധമായ ഒരാൾക്ക് നീ കീഴ്പ്പെട്ടു പോകല്ലേ കേട്ടോ. ഒരിക്കലും ഇവരുടെ കൂടെ കൂടരുത് കേട്ടോ. അങ്ങനെ വന്നാൽ അവൻ അവന്റെ ഹവയെ പിന്തുടരുന്നവനാണ്. എന്തേ അങ്ങനെ ചെയ്തത്? അതെന്റെ ഇഷ്ടമാണ് അല്ലേ? മൈ ചോയ്സ് എന്നൊക്കെ വരുന്ന കുറെ വാക്കുകളില്ലേ? അതിന്റെ ഇഷ്ടതാരങ്ങൾ ചോദിക്കാൻ അങ്ങനെ വരാൻ പാടില്ലല്ലോ. അങ്ങനെ വന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഞാൻ തോറ്റുപോകും. ജയിക്കണം എന്നാണല്ലോ നമ്മുടെ ആഗ്രഹം. നമ്മുടെ സൗഹൃദം, നമ്മുടെ സാമൂഹ്യ ജീവിതം ഹലാലാവണം പ്രിയരെ, വൃത്തിയുള്ളതാവണം. ഞാൻ ഓതി വെച്ച ആയത്തതാണ്. സൂറത്ത് തൗബയിലെ 119 വചനമാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. വിശ്വാസികളെ, അല്ലാഹുവിനെ സൂക്ഷിക്കണം. മാത്രമല്ല നിങ്ങൾ സ്വാദിഖീങ്ങളുടെ കൂടെയാവണം. ആ കൂട്ടുകെട്ടിനെ കുറിച്ച് പറഞ്ഞിടത്തുണ്ടറിയോ? വിശദമായി ബയാൻ ചെയ്യല്ല. ഇദാ അറാദല്ലാഹു ബിൽ അമീരി ഖൈറ, ഒരു മനുഷ്യൻ അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചാൽ, നേരെ നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ. ഒരാൾക്ക് അല്ലാഹു ഒരു ഖൈർ ഉദ്ദേശിച്ചാൽ ജഅല ലഹു വസീറ സുദ്ഖിൻ, ഒരു സത്യസന്ധനായ നല്ല ഒരു കൂട്ടുകാരനെ, ഒരു വസീറിനെ അല്ലാഹു അവന്റെ കൂടെ ഉണ്ടാക്കി കൊടുക്കും. ഇന്നസിയാ ദക്കറഹു, പടച്ചവനെ ഓർമ്മിക്കേണ്ടുന്ന ചില രംഗങ്ങൾ അവൻ മറന്നുപോയാൽ ഉടനെ ആ മനുഷ്യൻ അവൻ ഓർമ്മപ്പെടുത്തും. അതിലെല്ലാ സഹായവും ചെയ്തു കൊടുക്കും. ഇതല്ലാത്തൊരവസ്ഥയാണ് അല്ലാഹു ആ മനുഷ്യൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു വൃത്തിയട്ടവനെയായിരിക്കും അവന്റെ കൂട്ടുകാരനായി കിട്ടുക. മറന്നുപോയാലും ഓർമ്മിപ്പിക്കൂലെന്ന് മാത്രമല്ല, ഓർമ്മിപ്പിച്ചാലും പരിഗണിക്കൂല. നമുക്ക് ഏത് സഹായിയുള്ളത്? എടാ നിസ്കരിച്ചില്ല കേട്ടോ, അസർ തെറ്റാനായി, അതും പ്രശ്നമല്ല, നാളെ മതി എന്ന് പറയണവനാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ കിട്ടുള്ളൂ. സ്വയമായിട്ട് എന്റെ ഒപ്പുള്ളത് ഏതാണെന്നുള്ളത് നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കിയാൽ മതി.
അല്ലെ, വിരൽ കടിച്ചു നിൽക്കുന്ന രംഗം ഉണ്ടാകുമെന്ന് ദീന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ചില ആളുകൾ നാളെ പരലോകത്ത് വന്ന് വിരല് കടിച്ചു നിൽക്കുന്ന സമയമുണ്ടെന്ന കൈകടിക്കപ്പെടാന്നറിയില്ലേ? ഭക്ഷണി എന്ന് പറഞ്ഞിട്ടാണ് നമ്മളൊരു കടി കഴിക്കല്, ബേജാറിന്റെ സമയമാണ്. എന്താ അങ്ങനെ പറയണമെന്നറിയോ? യാ വൈലതാ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ, ഇവനെ ഞാന് കൂട്ടുകാരനായി സ്വീകരിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു പഠിച്ചോനെ വിളിച്ചങ്ങനെ കരയുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ആരുടെ തോളിലാണ് നമ്മൾ കൈവച്ചിട്ടുള്ളത്? ആരുടെ കൂടെയാണ് നമ്മളുള്ളത്? ഏത് ക്ലബിലാണ് നമുക്ക് മെമ്പർഷിപ്പ് ഉള്ളത്? ശാന്തമായി ആലോചിച്ചാൽ, ഞാൻ വിമർശനത്തിന് പറഞ്ഞതല്ല കേട്ടോ, എവിടേക്കാണ് നമ്മൾ എത്തുന്നത് എന്നുള്ളത് ഒന്ന് സ്വയം ഇങ്ങനെ വിലയിരുത്തി നോക്കിയാൽ മതി. ഏറ്റവും നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ സ്വഭാവമാണ് സഹോദരങ്ങളെ, നമ്മുടെ സ്വഭാവമാണ്. സുഹൃത്തുക്കളോട്, കൂടെയുള്ളവരോട്, കുടുംബങ്ങളോട്, എല്ലാവരോടും നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണ്? വിജയത്തിന്റെ പ്രധാന അടയാളമില്ല. നമുക്ക് നമ്മളെന്തോ വലിയ സംഭവമാണെന്നൊക്കെ തോന്നിയേക്കാം, അല്ലെ? ഞാൻ ആരൊക്കെയാണെന്ന് എനിക്ക് തോന്നാം. നമ്മൾ ആരും അല്ല എന്നുള്ളത് ലോകം നമ്മൾ അനുനിമിഷം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വിജയത്തിന്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്യം അറിയാമോ? ഇന്ന മിൻ അഹബ്ബിക്കും ഇലയ്യ വഅഖറബിക്കും മിന്നി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ആൾ ആരാണെന്നറിയാമോ? ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ആള് ഉഹാസിനുക്കും അഖ്ലാഖ, നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവം കൊണ്ട് മികച്ചവനാണ്. ഇന്നാസ്കല ശൈഇൻ ഫീ മീസാനിൽ മുഅ്മിൻ യൗമൽ ഖിയാമത്ത് നമ്മൾ മദ്രസയിൽ ചൊല്ലി പഠിച്ചാണ് കേട്ടോ. സൽ സ്വഭാവം എന്നുള്ള ബുക്കിൽ കാണാം, അഖ്ലാഖ് എന്നുള്ള ബുക്കിൽ പഠിച്ചിട്ടുണ്ടാവും. ഒരു മുഅ്മിനിന്റെ തുലാസിൽ ഏറ്റവും കനം തൂങ്ങുന്ന വസ്തു എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നോലുപ്പല്ല, വേറെ ഒന്നല്ല പറഞ്ഞത്, ഖുലുഖുൻ ഹസൻ എന്നാണ്. ഞാനിപ്പോ ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറുള്ളൂ, വേണമെങ്കിൽ നിന്നോ. ചില ആളുകൾ ഒരു ഗർവിന്റെ വർത്തമാനം പറയുന്നു. ഞാൻ ഇത്രയൊക്കെ പ്രസവിച്ചു ഇങ്ങനെയൊക്കെ ചെയ്തു തന്നില്ലേ, നിങ്ങൾ എന്താണ് ഇവിടെ നോക്കിക്കോളേ എന്ന് പറയുന്നവരുണ്ട്. എങ്ങനെയാണ് നമുക്ക് സമാധാനം കിട്ടുക? നമുക്ക് എവിടെ വിജയിക്കാൻ കഴിയാം? കൂടെ ഇരുന്നിടത്തോളം നമ്മൾ ഏതായാലും ഇരിക്കാൻ കഴിയില്ലല്ലോ. നമുക്ക് മാറാൻ കഴിയില്ലേ? പലതും നമ്മൾ മാറ്റിയിട്ടില്ലേ? നമ്മുടെ ലൈഫ് സ്റ്റൈല് വരെ നമ്മൾ മാറ്റിയിട്ടില്ലേ? എന്റെ കൂടെ ഒരു മിനിറ്റ് കൂടി വരണം. നമ്മൾ പലയിടത്തും മാറിയിട്ടുണ്ട്. പണം കൂടിയപ്പോ, സൗകര്യം കൂടിയപ്പോ, ജീവിതത്തിൽ പലതും വന്നപ്പോ, നമ്മൾ പലതും പഠിച്ചപ്പോ നമ്മൾ ഒരുപാട് സംഗതികൾ മാറ്റിയിട്ടുണ്ട്. എന്നാൽ ശാന്തമായി ആലോചിച്ച് നോക്ക്, മാറേണ്ടിടത്ത് മാറിയിട്ടുണ്ട്. നമ്മൾ മാറണം, നമ്മളെ മാറ്റണം. എന്തിനു മാറ്റണം എന്നറിയാം? നമുക്കും വിജയിക്കണം. ചില മേഖലകൾ നമ്മൾ മാറി നിന്നേ പറ്റൂ. പറയുമ്പോ ഈ വിഷയങ്ങൾ കൂടി ചേർത്തി പറഞ്ഞു തരണം. ഒന്ന്, പുതിയ തലമുറയിൽ നമ്മളിൽ തന്നെ വരെ പുതിയ കടന്നു വരുന്നൊരു പുതിയ പ്രവണതയാണ് ആത്മഹത്യാ പ്രവണത. സത്യത്തിൽ ഞാൻ നേരത്തെ എണ്ണിയല്ലേ, ഇഖ്ലാസ് എണ്ണിയില്ലേ? ഇഖ്ലാസ് ഉള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ചിന്തിച്ചു പോകുക എന്ന് പറയുന്നത് രണ്ടും പാടെ യോജിക്കൂല, ഒരിക്കലും കൂടിച്ചേരൂല. ചില മരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നാൽ ഹബീബായ റസൂൽ ചില ഓർമ്മപ്പെടുത്തലുകൾ നടത്താറുണ്ട്. ആ ഓർമ്മപ്പെടുത്തൽ എന്തറിയോ? ശരിക്കും പഠിക്കണം. ഒരാൾ മരിച്ചാല്, നിരക്കൽക്ക് ഒരാൾ മരണപ്പെട്ടാല് അയാളെ കുറിച്ച് നല്ലതേ പറയാവൂ, വിചാരിക്കാവൂ എന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ആ റസൂല് ചില മരണങ്ങൾ, മരിപ്പുകൾ, ജനാസകൾ പള്ളിയിൽ വന്നാൽ ചോദിക്കാറുണ്ട്. ആത്മഹത്യ ചെയ്തതാണെങ്കിൽ എന്ത് വേണം? നബി നിസ്കരിക്കാറില്ല. നിങ്ങൾ നിങ്ങളുടെ സഹോദരന് വേണ്ടി നിസ്കരിച്ചോളൂ എന്നേ പറയാറുള്ളൂ. നമസ്കരിച്ചാൽ നമ്മളെ നമുക്ക് 10 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നതെന്നുള്ളൂ എന്നറിയോ? നിസ്കരിച്ചാൽ കൂലി നമ്മക്കാണ്. നമ്മൾ ദുആ ചെയ്താൽ നമ്മുടെ ദുആ അല്ലാഹു കബൂൽ ചെയ്യുകയാണെങ്കിലാണ് ആ ജനാസയ്ക്ക് കൂലി കിട്ടുക. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാതെ മാറി നിന്നതാണ് ഈ അവസ്ഥ എന്ന് പറയുന്നത്. ചെറിയ മക്കളുടെ ഒക്കെ അവസ്ഥകൾ ആലോചിച്ച് നോക്കിയാൽ അവർക്ക് മനോബലം കൊടുക്കേണ്ടത് ആരാ?
മനസ്സിന് ബലം കൊടുക്കുന്നത് വളർത്തേണ്ടത് ആരാണ്? എനിക്കും വീഴ്ചകൾ ഉണ്ടാവും, നമ്മൾ പലയിടങ്ങളൊക്കെ തളർന്നു വെക്കും. എന്നാലും പ്രിയപ്പെട്ടവരെ, നമ്മളുടെ മക്കളുടെ റോൾ മോഡലായി, ദീനിന്റെ കാഴ്ചപ്പാടുള്ളവരായി നമ്മളൊക്കെ അല്പമൊക്കെ നമ്മുടെ വീടുകളിൽ കുറച്ചൊക്കെ മനോബലമുള്ളവരായിട്ട് വരണം. അവിടെ നമ്മൾ നിൽക്കുന്ന വേണം, ഇല്ലെങ്കിൽ വളരെ പ്രയാസങ്ങളാണ് നമുക്ക് ഉണ്ടാവുക. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു പ്രധാനപ്പെട്ട സംഗതി കടബാധ്യതകൾ. ഒരു ജനാസ വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യതാണ്, ഹൽ അലൈഹി ദൈൻ, ഇയാൾക്ക് കടണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. കടണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സഹോദരൻ നിങ്ങൾ നിസ്കരിച്ചു. അതാരേലും ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാറുണ്ട്? നിസ്കരിക്കാൻ ഓക്കെ എന്ന് പറയും. നമ്മുടെ നാട്ടിൽ പലതൊക്കെ ഇങ്ങനെ ശരിക്കും ആലോചിച്ച് നോക്കിയാല് നമുക്ക് കടം വാങ്ങാതെ ജീവിക്കാനൊന്നും കഴിയില്ല. പക്ഷെ പലരും കടം വാങ്ങുന്നത് എന്തിനാണ്? കടം വാങ്ങുന്നതിന് ഒരു പേടിയില്ലാത്ത മനുഷ്യന്മാരെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആർഭാടങ്ങൾക്ക് വേണ്ടി, തൂർത്തിന് വേണ്ടി കടം വാങ്ങിയിട്ട് പൊങ്ങച്ചം കാണിക്കുന്ന ആളുകളുണ്ട്. വാങ്ങ തിരിച്ചു കൊടുക്കാത്തവരുണ്ട്. അതുകൊണ്ടാണ് ചില ഭാഗത്ത് പറയുന്നറിയോ, പണം കൊടുത്തിട്ട് നമ്മൾ ശത്രുവിനെ വാങ്ങാണ് എന്ന് വരെ പറയാറ്. മനുഷ്യനെ സഹായിക്കൊക്കെ വേണം, പക്ഷെ പൈസ കൊടുത്താലും പേടിയാണ്. പിന്നെ ആകെ വെറുപ്പായി, പിന്നെ അകൽച്ചയായി. ഞാനത് പറഞ്ഞെന്തിനറിയോ, നാട്ടിൽ ചില ആളുകൾക്ക് തരികിട എന്ന് തന്നെ ഒരു പേരുണ്ട്. തരികിട എന്നുള്ള പേരെന്തറിയോ, വാങ്ങിയാൽ കൊടുക്കാത്ത ആളുകൾ. ഞാൻ ഇവിടുള്ള ആളാണ്, അതുകൊണ്ടാണ് ഞാൻ ആ ഭാഷ ഉപയോഗിച്ചത്. ഇതൊന്നും നമുക്ക് ഉണ്ടാകാൻ പാടില്ലല്ലോ. കാരണം ഒരാളെ കണ്ടിട്ട് ഞാൻ അപ്പുറത്ത് കണ്ട് മാറിയാൽ ആ മാറ്റം എന്റെ അവസാനത്തെ മാറ്റമാകുമെന്ന് പറയാൻ കഴിയൂല. നന്നായിട്ട് ആ രംഗത്ത് പേടി വേണം. പിന്നെ പൊതുമുതൽ തിന്നാന്ന് പറയുന്നത് കളവെല്ലാം തെറ്റാ, പക്ഷേ പൊതുമുതൽ സൂക്ഷ്മതയില്ലാതെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം നമ്മളെ മുന്നറിയിക്കുന്ന ഒരു സംഗതിയാണ്. ആ പൊതുമുതൽ ഏതൊക്കെ ആകാം, അത് നമ്മളെ പള്ളി, മദ്രസും സ്ഥാപനങ്ങളും മുതൽ തുടങ്ങിയാൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഏതൊക്കെ മുതലുകളുണ്ടോ അതൊക്കെ പടച്ചവന്റെ മുമ്പിൽ മറുപടി പറയേണ്ടതാണ് എന്നുള്ളൊരു ബോധ്യം വരണം. ഈ ഹൈലാസ് നമ്മൾ ആദ്യം പറഞ്ഞു, ആ ഹൈലാസിലേക്ക് ബന്ധപ്പെടേണ്ടതൊക്കെ തന്നെയാണ്. മാത്രമല്ല സഹോദരങ്ങളെ, മുഹറം മാസം അതിന്റെ അവസാനത്തിലേക്ക് നീങ്ങുമ്പോ മൂസാ നബി അലൈഹി സ്വലാമയുടെ ചരിത്രം മാത്രമല്ല മുഹറമിനുള്ളത് എന്നുകൂടി വായിക്കണം. നമ്മുടെ ഈമാൻ ശക്തിപ്പെടാൻ ഈ മാസത്തിന് മറ്റൊരു ചരിത്രം കൂടിയുണ്ട്. അത് അബ്രഹത്ത് നശിച്ച സമയം കൂടിയാണത്. ആനക്കലഹം നിങ്ങൾ കേട്ടിട്ടില്ലേ? ആനക്കലഹമുണ്ടായ മാസം കൂടിയാണിത്. എന്താണത് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ, കഅബാലയം പൊളിക്കുന്നതിന് വേണ്ടി 60,000-ത്തിലധികം ലക്ഷക്കണക്കിനാണെന്നൊക്കെ ചരിത്രങ്ങളിൽ കാണാം. ഏതായാലും അറബികൾക്ക് പരിചയമില്ലാത്ത ഒരു യുദ്ധമാണ്, ആനയുമായിട്ടുള്ള യുദ്ധം. ആനപ്പുറത്താണ് മറ്റും വന്നത്. ഞങ്ങളെ ഉദ്ദേശം ഇന്നത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു വന്നു. അവനെയും പടച്ചും വെറുതെ വിട്ടിട്ടില്ല. യമനിന്റെ അതിർത്തി വരെയും മൈലുകൾ കണക്ക് മനുഷ്യന്റെ കരിഞ്ഞ പച്ച മാംസത്തിന്റെ ദുർഗന്ധം മക്കയിലും ആ പരിസര പ്രദേശങ്ങളിലുമുള്ള ആളുകൾ നേർക്ക് നേരെ കണ്ണുകൊണ്ട് കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ആളുകൾ അതിങ്ങനെ കണ്ടു നിൽക്കുന്നത് ഈ മാസത്തിലാണ് ഫറവോനെ പക്ഷം ഇല്ലാണ്ടാക്കിയത്. ഈ പാഠങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നത് എന്തറിയോ? നേരത്തെ ഞാൻ എണ്ണിയ എല്ലാ ഇഖ്ലാസും അടക്കമുള്ള നന്മകൾ കൽബിൽ വരുന്നതിന്റെ കൂടെ അഹങ്കാരം ഒരല്പം പോലും നമ്മളെ ബാധിക്കരുത്. നമ്മുടെ വാക്കിലോ നമ്മുടെ നോട്ടങ്ങളിലോ നമ്മുടെ ഇടപെടലുകളിലോ ഉണ്ടാവരുത്. കുറെ കാലത്ത് അതിങ്ങനെ വെച്ചിരിക്കാൻ കഴിയൂല. അതുകൊണ്ട് അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത് നമ്മുടെ ഭാഗം വൃത്തിയാക്കി വിശ്വാസം ക്ലിയറാക്കി ഇഖ്ലാസോടുകൂടി മുന്നോട്ട് പോവുക. എന്തും സംഭവിക്കാവുന്ന ലോകമാണ്. ചുറ്റുപാടുകൾ നടക്കുന്ന സംഭവങ്ങൾ നമുക്ക് പാഠമാവണം. 2 ദിവസം തുടർച്ചയായി മഴ പെയ്താൽ ആ മഴങ്ങൾ നിന്നാൽ എല്ലാം തീരൂലേ? അതുകൊണ്ട് നമ്മൾ മാനസികമായി എപ്പോഴും വിശുദ്ധിപ്പെടുക. വിജയിക്കുന്ന മഹാന്മാരിൽ, മഹാസൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടണേ എന്ന് എപ്പോഴും നീയത്ത് വെക്കുക.
യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ് സ്വാദിഖീൻ. ഈ പ്രാർത്ഥനയുമായി നമ്മൾ എപ്പോഴും മുന്നോട്ട് പോകണം. റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി, മഹാഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി, അവന്റെ ഇഷ്ട ദാസന്മാരായി ജീവിക്കാനുള്ള തൗഫീഖ് കൂടി തന്ന് നമ്മെ ഓരോരുത്തരെയും അവൻ തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി നബിയിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ളവരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അതിന് പടച്ച റബ്ബ് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ഒരു പ്രധാന സംഗതി, ഈ വരുന്ന ഞായറാഴ്ച 12-ാം തീയതി പ്രിയദർശിനി ഹാളിൽ വെച്ച് ഉച്ചക്ക് 1 മണി മുതൽ വൈകുന്നേരം വരെ ഒരു പ്രത്യേക ക്യാമ്പ് നടക്കുന്നു. ആ ക്യാമ്പ് ലക്ഷ്യം വെക്കുന്നത് വിദ്യാർത്ഥികളായ നമ്മുടെ മക്കളെയാണ്, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും. പ്രത്യേകിച്ച് നമ്മുടെ പെൺമക്കൾക്കുള്ള പ്രത്യേക സെഷൻ അതിലുണ്ട്. ഈ സമകാലിക സംഭവങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ബോധവൽക്കരണം നടത്തുന്ന പരിപാടിയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ അതിൽ പ്രത്യേകം പങ്കെടുപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതോടൊപ്പം അള്ളാഹുവിന്റെ ഇഷ്ടം ചോദിച്ചുകൊണ്ടുള്ള അതിശക്തമായ ഈമാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കണം നമ്മുടേത്. അതുകൊണ്ടാണ് ഒരു പ്രാർത്ഥന ഞാൻ ഓർമ്മയിൽപ്പെടുത്തി തരികയാണ്. ആ പ്രാർത്ഥന, പ്രിയരെ, നമ്മളെല്ലാവരും എപ്പോഴും പ്രാർത്ഥിക്കണം. പഠിച്ചവനോട് ചോദിക്കേണ്ടത്, നമുക്ക് ആർക്കും ഈമാൻ ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഈമാൻ ആണല്ലോ നമ്മളെ ഈ ഭാഗത്ത് വന്നിരുത്തിയത്. അൽഹംദുലില്ലാഹ്. ആ ഈമാനിന് ചില സമയങ്ങളിൽ നമുക്ക് ബലം കിട്ടുന്നില്ല. ഇതാണ് ഞാനും നമ്മളും അനുഭവിക്കുന്ന വലിയ പ്രതിസന്ധി. ആവശ്യമുള്ളിടത്ത് അതിനൊരു ആരോഗ്യമല്ല, ബലം കിട്ടുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ പടച്ചവനോട് ചോദിക്കണം, പടച്ചവനെ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ യുബാശിറു ഖൽബി വയഖീനൻ സ്വാദിഖൻ. പിന്നെ കുറെ വാക്കും കൂടി ഉണ്ട്. ഇവിടെയാണ് നമ്മളിപ്പോ നിർത്തേണ്ടത്. എന്റെ കൂടെ ഒന്ന് പറയും, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാന. അല്ലാഹുവേ, ഞാൻ നിന്നോട് ഈമാനിനെ ചോദിക്കുന്നുണ്ട് റബ്ബേ. എങ്ങനെയുള്ള ഈമാനാണ്? യുബാശിറു ഖൽബി, എന്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഈമാൻ. കൂടെ കൂടി പാടത് യഖീനൻ, അത് യഖീനുള്ളതാവണം. സ്വാദിഖൻ, അത് സത്യസന്ധമാവണം. എന്താ സത്യസന്ധമായ ഈമാൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് എണ്ണങ്ങളുണ്ട്. ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ ആ സാഹചര്യങ്ങളോട് നേരിടാൻ, മല്ലടിക്കാൻ കരുത്തുള്ള ഈമാനാകണം, യഖീനുള്ള ഈമാനാവണം. എവിടെ വേണം? എന്റെ ഖൽബിലേക്ക് ആഴ്ന്നിറങ്ങണം. ഒന്നുകൂടി ചോദിച്ചു നോക്കിയേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ യുബാശിറു ഖൽബി വയഖീനൻ സ്വാദിഖൻ. നമ്മൾ റബ്ബിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. പിന്നെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ അമലി യുഖർരിബുനി ഇലാ ഹുബ്ബിക. വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക, പടച്ചോനെ നിന്റെ ഹുബ്ബ്, ആ സ്നേഹം ഞാൻ ചോദിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ വാക്കതാണ്, അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് കിട്ടിയാൽ പിന്നീട് നമ്മിലേക്ക് വഴിഞ്ഞൊഴുകി വന്നുകൊണ്ടിരിക്കുന്നതാണ് അള്ളാഹുവിന്റെ ആ തൃപ്തി എന്ന് പറയുന്നത്. അതിനത് കിട്ടണം. റബ്ബേ, നിന്റെ ഇഷ്ടം, നിന്റെ സ്നേഹം ഞാൻ നിന്നോട് ചോദിക്കുന്നു. നിന്നെ ഇഷ്ടപ്പെടുന്നവരുടെ ഇഷ്ടവും ഞാൻ ചോദിക്കുന്നു. അതാണ് പ്രധാനം. നീ ഇഷ്ടപ്പെടുന്ന അമലുകൾ ചെയ്യാനുള്ള തൗഫീഖിനെയും ചോദിക്കുന്നു. ആ അമലിന്റെ പ്രത്യേകത എന്തറിയാമോ? യുഖർരിബുനി ഇലാ ഹുബ്ബിക, നിന്റെ ഇഷ്ടത്തിലേക്ക് എന്നെ അടുപ്പിക്കുന്ന, ഇഷ്ടപ്പെടുന്ന അമൽ ചെയ്യാനുള്ള തൗഫീഖും ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നാണ്. സഹോദരങ്ങളെ, രാവിലെ ഒരു നല്ല പ്രാർത്ഥന കൊണ്ട് തുടങ്ങണം.
പ്രാർത്ഥനയാണ് നമ്മുടെ കരുത്ത്. നേരത്തെ ഞാൻ എണ്ണിയ ഇഖ്ലാസ് നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം. പടച്ചവനോട് പ്രാർത്ഥിക്കണം. നമ്മുടെ കൂട്ടുകെട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ ദീനിലുള്ള നമ്മുടെ വഴികൾ എളുപ്പമാണോ പ്രയാസമാണോ എന്ന് നമ്മൾ ആലോചിക്കണം. അങ്ങനെ ആലോചിച്ച് നമ്മുടെ മാറ്റങ്ങൾ വരുത്തുന്നതിന്റെ കൂടെ തന്നെ നമ്മുടെ വൃത്തിയുള്ള സ്വഭാവവും നമുക്കുണ്ടാവണം. അങ്ങനെ വൃത്തിയുള്ള സ്വഭാവത്തോടുകൂടെ നല്ല സംതൃപ്തിയോടുകൂടെ ഈ ലോകം വിട്ടു പിരിയാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള തൗഫീഖിനെ ചോദിച്ചുകൊണ്ടിരിക്കണം. റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഓരോരുത്തരെയും അവൻ അനുഗ്രഹിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ സർവ്വരക്ഷയ്ക്കും ആധാരമായത് ഞങ്ങളുടെ ഈമാനാണ് റഹ്മാനെ. അതിനെ ദുർബലപ്പെടുത്തുന്ന നിരവധി കാര്യങ്ങളിലൂടെയാണ് റബ്ബേ ഞങ്ങൾ കടന്നു പോകുന്നത്. നിന്റെ വിശാലമായ കൃപാകടാക്ഷത്തിൽ ഞങ്ങളുടെ ഈമാനിനെ ശക്തിയായി നിലനിർത്താൻ ഞങ്ങൾക്ക് റബ്ബേ നീ തുണ നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിതത്തിൽ ദുർബലമായ നിമിഷങ്ങളിൽ ഒരുപാട് തെറ്റുകൾ വന്നു പോയിട്ടുണ്ട് റബ്ബേ. നിന്റെ മഹത്തായ ഫളിൽ കൊണ്ട് ആ തെറ്റുകുറ്റങ്ങളെല്ലാം ഞങ്ങളിൽ നിന്ന് നീ മറച്ചു വെച്ച് മായ്ച്ചു കളഞ്ഞ് പൊറുത്തു തന്ന് നിന്റെ റഹ്മത്തിന്റെ മേഖലകൾ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണമേ തമ്പുരാനെ. അല്ലാഹുവേ, രോഗം ശിഫയാക്കുന്നവൻ അതാ നീ മാത്രമാണ്. ഞങ്ങളുടെ പല സഹോദരങ്ങളും ആശുപത്രി കിടക്കയിലാണ് റബ്ബേ. നിന്റെ മഹത്തായ ഖുദ്റത്ത് കൊണ്ട് നിന്റെ ഇസ്സത്ത് കൊണ്ട് അവർക്ക് ശിഫ നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, അവർക്ക് ആഫിയത്ത് നൽകണമേ റഹ്മാനെ. സമാധാനം കൊടുക്കണമേ റഹ്മാനെ. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും അവർക്കും നീ ആഫിയത്തുള്ള ജീവിതം തന്ന് രണ്ട് ലോകത്തും തുണക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ പിശാചിന് പിടുത്തം കൊടുക്കരുത് റഹ്മാനെ. അല്ലാഹുവേ, ഈമാൻ കിട്ടി കൽബ് നിറച്ച് സംതൃപ്തിയോടുകൂടെ നിന്നെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്കെല്ലാം നീ പ്രദാനം ചെയ്യണമേ അല്ലാഹുവേ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളിൽ നിന്ന് സന്തോഷകരമായ സാഹചര്യം രണ്ട് ലോകത്തും നൽകണമേ. അല്ലാഹുവേ, സകല മുസീബത്തുകളിൽ നിന്ന് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ ഉമ്മത്തിനെ, രാജ്യത്തെ നീ കാത്തുരക്ഷിക്കണമേ. ഈ ലോകം വിട്ട് പിരിയുമ്പോ ഈമാൻ നിറച്ച് സന്തോഷത്തോടെ നിന്നെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്കെല്ലാം പ്രദാനം ചെയ്യണമേ. അല്ലാഹുമ്മ അഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ അഗ്ഫിർ ലനാ വ ലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. وسلام على المرسلين والحمد لله رب العالمين.